നിയമസഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്താനുള്ള സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് മണ്ഡലം കമ്മിറ്റികൾ വഴി ജില്ലാ സെക്രട്ടേറിയറ്റ് ശേഖരിച്ച കണക്കുകൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചർച്ച ചെയ്യും. ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് ജില്ലാ കമ്മിറ്റികളുടെ വിലയിരുത്തൽ. അതേസമയം ചില മന്ത്രിമാരും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും കടുത്ത മത്സരം നേരിട്ടതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 78 മുതൽ 82 സീറ്റുകൾ വരെയാണ് സിപിഐയുടെ പ്രതീക്ഷ. അതേസമയം സംസ്ഥാനത്ത് ഭരണത്തിലെത്താൻ കഴിയുമെന്ന പൂർണ്ണ ആത്മവിശ്വാസത്തിൽ UDF നിൽക്കുന്നു. 88 മുതൽ 93 വരെ സീറ്റുകളിൽ വിജയിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. റഹീസ് റഷീദ് കൂടുതൽ വിവരങ്ങൾ നൽകും. റഹീസ്, വലിയ ആത്മവിശ്വാസം UDFനുണ്ട്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ അപ്പോഴും ഒരു വികസനത്തിനുള്ളൊരു വോട്ട് അത് തങ്ങൾക്ക് അനുകൂലമായി മാറും. ഈ സർക്കാർ തുടരും. LDFന് ഭരണം വീണ്ടും ജനങ്ങൾ വെച്ച് നൽകുമെന്ന് CPM ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഈ അവസാനത്തെ ഒരു വിലയിരുത്തൽ? ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഗുഡ് മോർണിംഗ് ഷിഹാസ് ആൻഡ് ശ്രുതി. UDFനെയും LDFനെയും സംബന്ധിച്ച് ഭരണം കിട്ടും എന്ന കാര്യത്തിൽ ഇരു മുന്നണികൾക്കും ഒരു തർക്കവുമില്ല. ഒരു പടി മുകളിലാണ് UDFന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് കൂടുതൽ ശരിയുമായിരിക്കും. CPMനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന ആത്മവിശ്വാസത്തിൽ ചെറിയ കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കുറവ് വരുമ്പോഴും ഭരണ തുടർച്ച ഉണ്ടാകാനിടയില്ല എന്നൊരു നിഗമനത്തിലേക്ക് പാർട്ടി പോകുന്നുമില്ല. ഏതാണ്ട് 80 സീറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് കിട്ടി മൂന്നാം സർക്കാർ രൂപീകരിക്കാൻ പറ്റും എന്നതാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. ഇന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വിശകലനം, മണ്ഡലം കമ്മിറ്റികൾ വിശകലനം ചെയ്തതിനു ശേഷം ജില്ലാ സെക്രട്ടേറിയറ്റുകൾ വഴി ഒരു കണക്ക് 140 മണ്ഡലത്തിലെയും കണക്ക് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശേഖരിച്ചിട്ടുണ്ട്. അതിന്മേലുള്ള ചർച്ചകളായിരിക്കും നടക്കുക. പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത് ആ കണക്കുകൾ അനുസരിച്ച് ഭരണ തുടർച്ച ഉണ്ടാകും എന്നാണ് 14 ജില്ലകളിൽ നിന്ന് വന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എങ്കിൽ പോലും ചില മന്ത്രിമാർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായവരൊക്കെ കടുത്ത മത്സരം നേരിട്ടു എന്ന ആ കാര്യം കൂടി ആ റിപ്പോർട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൈവിട്ടുപോയ ന്യൂനപക്ഷ വോട്ടിന്റെ ഒരു വിഹിതം തിരിച്ചു വന്നു എന്നതാണ് അവരുടെ കണക്ക്. അതേസമയം UDF 88 മുതൽ 93 സീറ്റുകൾ വരെയാണ് അവർ കണക്ക് കൂട്ടുന്നത്. തെരഞ്ഞെടുപ്പ് അവലോകനങ്ങൾ ജില്ലാ നേതൃത്വം വഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം സംസ്ഥാന തലത്തിൽ ഇരുന്ന് ഒരു വിശകലനം നടത്തുകയും ചെയ്യും. BJPയെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞത് 5 സീറ്റ് നിയമവും കണക്കൂട്ടവുമൊക്കെ BJP ഉറപ്പിച്ചു വെച്ചിരിക്കുകയുമാണ്. ശരി, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. 3 മുന്നണികളും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. മെയ് 4 ആ ഒരു അന്തിമ ജനവിധിക്കായി നമുക്ക് കാത്തിരിക്കാം.